ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദർശനകത്തിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആരും ആദർശനോട് മിണ്ടുന്നൊന്നുമില്ലല്ലോ, വിറപ്പോട് കൂടി നോക്കുകയൊക്കെ ചെയ്യുക. അതൊന്നും സഹിക്കാനായിട്ട് ആദർശന് പറ്റുന്നില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. അപ്പോൾ നയന ചോദിക്കും, എന്താ ആദർശേട്ട ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും, അങ്ങോട്ട് വന്നിട്ട് എന്തിനാ, ആരും എന്നോട് സംസാരിക്കുന്ന പോലുമില്ല. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കുകയായിരുന്നു, ഇപ്പോൾ വെറുപ്പോട് കൂടി എന്നെ നോക്കുന്നത് പോലും. അവിടെ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമെന്ന്. അന്നേരം ആദർശ് പറയും, വേണ്ട, നീ അങ്ങനെ ചെയ്യുമൊന്നും വേണ്ട. വിളിച്ചു പറഞ്ഞാലും ഒരു മരുമോൻ തെറ്റുകാരനല്ല എന്നറിയുമ്പോൾ മറ്റൊരാൾ തെറ്റുകാരനാണ് എന്നാണല്ലോ അറിയുന്നത്. അതും അവർക്ക് വിഷമമല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് അബിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവനറിയാം അവൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. വേണമെങ്കിൽ നമുക്കത് തെളിയിക്കാൻ സാധിക്കുമെന്നും അവനറിയാം. എന്നിട്ടും അവൻ്റെ പെർഫോമൻസ് കണ്ടാണ്ടല്ലോ, അവൻ എത്ര കൂളായിട്ടാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡീൽ ചെയ്യുന്നത്. എന്നിട്ടും എല്ലാവരെയും ഇങ്ങനെ എരിവേറ്റി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, കള്ളം വിളിച്ചെത്താവുന്ന ലാസ്റ്റ് നിമിഷം വരെ അവൻ നിരവധി ചമഞ്ഞിങ്ങനെ നടക്കും, അതവൻ്റെ ശീലം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നയനക്കാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ആദർശിനെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുവാണല്ലോ എന്നോർത്ത്. അന്നേരം ചോദിക്കും, ആദർശേട്ടനെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയും, സാരമില്ല, നിൻ്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പോൾ സന്തോഷത്തിലാണല്ലോ, അതൊക്കെ മതി എനിക്ക്. ഏതായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഏതായാലും ആദർശിനെ ആശ്വസിപ്പിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ നയന. അന്നേരം എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നേ. ആദർശ് വന്നിരിക്കുന്നു. അന്നേരം മോളോട് ഇരിക്കുക എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ, വേണ്ട, ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്നോളാം എന്ന് പറയും. അന്നേരം നന്ദു പറയും, ഇന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ നയന ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇരുന്ന് കഴിയുമ്പോഴേക്കും ആദർശ് അവിടെ വന്നിരുന്നല്ലോ. ഗോവിന്ദന് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അന്നേരം നയന, അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കാത്തേ, ആ കഴിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും കൂടി നല്ലൊരു ഹോട്ടലിൽ വെച്ച് നല്ലൊരു പാർട്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം ഗോവിന്ദൻ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ അമ്പലത്തിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ, അതൊക്കെ ചെയ്തോളാം, ബാക്കി പൈസ ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ ഇപ്പോൾ കിട്ടിയത്, അതുകൊണ്ട് തന്നെ അത് നേടിയെടുത്തതുകൊണ്ട് മോൾക്കൊരു പാർട്ടി തരണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, ആദർശേട്ടൻ ഈ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, നോക്കട്ടെ, നല്ലൊരു ദിവസം നോക്കി നമുക്ക് നല്ലൊരു പാർട്ടി നടത്താം, ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അബിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അതുകൊണ്ട് അബി പറയുവാണ്, ആദർശേട്ടന് പാർട്ടി നടത്താമല്ലോ, കയ്യിൽ ഇഷ്ടം പോലെ പൈസയല്ലേ, അതുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിലോ 7 സ്റ്റാർ ഹോട്ടലിലോ എവിടെ വെച്ച് വേണമെങ്കിലും പാർട്ടി നടത്താമല്ലോ, ഞങ്ങളൊക്കെ അല്ലേ പാപ്പര് എന്ന് പറയുമ്പോൾ, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്, നിനക്കിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടില്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, ഓ, ചുമതല കൊടുത്ത കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുകയും ചെയ്തു, അതിനുമേൽ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതിന് എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അവിടെയും നോക്കാനായിട്ട് മാനേജർമാരെ വെച്ചിട്ടുണ്ട്, പിന്നെന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, അവന് 3 ബ്രാഞ്ച് കൊടുത്തിട്ടില്ലേ, അബിക്ക് ഒരെണ്ണമല്ലേ കൊടുത്തിട്ടുള്ളൂ, അതുപോലെ നോക്കാൻ അവന് കഴിവില്ല എന്ന് വരുത്താനാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം ഇങ്ങനെയൊക്കെ പോകട്ടെ, അത് കഴിയുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക എന്ന്. നേരെ നവ്യ പറയും, പിന്നെ അബി മാത്രമാണല്ലോ ഇവിടെ തെറ്റ് ചെയ്തത്, ബാക്കി എല്ലാവരും പുണ്യാളന്മാരാണല്ലോ എന്ന്. അന്നേരം നയന ചോദിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് നവ്യ പറയും. അന്നേരത്തേക്കും ഗോവിന്ദൻ ആകെ ഒരു വിഷമം കേട്ടോ, ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അന്നേരം, അയ്യോ, അച്ഛനൊന്നും കഴിക്കാതെയാണല്ലോ എഴുന്നേറ്റ് പോയത് എന്ന് നയന പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് കൊണ്ട് അച്ഛന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്ന്. അന്നേരം നയന ചോദിക്കും, പിന്നെ എന്തിനാ ഇങ്ങോട്ട് ക്ഷണിച്ചത്, വിളിക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ലേ നമ്മളിവിടെ ഒരു പാർട്ടി വെച്ചത്, എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മര്യാദയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറയുകയാണ്. അന്നേരത്തേക്കും നമ്മുടെ അബി, അച്ഛൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അബി എഴുന്നേറ്റ് അങ്ങ് പോകും കേട്ടോ. പുറകെ നവ്യം പോകും. അന്നേരം ആകെ വിഷമാവുന്നുണ്ട് ആദർശന്. നേരം നയന കനകയോട് പറയാണ്, ഇത് വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെ ആയല്ലോ അമ്മേ, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ, നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് അങ്ങ് പോകും. അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ നന്ദു. അന്നേരം ആദർശ് ചോദിക്കുകയാണ്, നന്ദു എഴുന്നേറ്റ് പോകുന്നില്ല എന്ന്. അന്നേരം ഞാനെന്തിനാ എഴുന്നേറ്റ് പോകുന്നത്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഞാനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, നന്ദു ഒരു പാർട്ടി തന്നിട്ട് അത് അലങ്കോലമായി എന്ന് നന്ദുവിന് തോന്നരുതല്ലോ, പിന്നെ ഭക്ഷണത്തോട് നമ്മൾ എപ്പോഴും ബഹുമാനം കാണിക്കണം, അതിങ്ങനെ കളഞ്ഞിട്ട് പോകരുത് എന്ന് അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ.
അന്നേരം നയന പറയുന്നുണ്ട്, ബാക്കി എല്ലാവരെയും സഹിക്കാം, പക്ഷെ അബിയുടെ അഭിനയമാണ് സഹിക്കാൻ പറ്റാത്തത്. അവൻ ചെയ്ത പല തെറ്റും പലരും സഹിക്കുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം അല്ല, അവൻ പണ്ട് ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുക. അത് കഴിഞ്ഞ് നയന നേരെ ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കും, അച്ഛൻ എന്ത് പണിയെ കാണിച്ചത്? അച്ഛനോട് ഞാൻ വന്നപ്പോൾ പറഞ്ഞതല്ലേ ആദർശേട്ടനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുതെന്ന്, എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് എന്ന് ഗോവിന്ദൻ പറയും. അന്നേരത്തേക്ക് കനക അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, നീ എന്താ അച്ഛനോട് ഇങ്ങനെ തട്ടിക്കയറുന്നത്? ആദർശ് ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതോ സഹിക്കാൻ പറ്റുന്നതോ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കനക ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ കാണിച്ചാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എഴുന്നേറ്റ് വന്നത് എന്ന് പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, നീ ഭർത്താവിന് വേണ്ടി അവൻ്റെ കൂടെ ഇരുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം, നിന്റെ തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങില്ല ഈ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോഴും എന്ന് ഞങ്ങൾക്കറിയാം, എന്തിനാണ് നീ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കുമൊന്നും അല്ലായിരുന്നു, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഭക്ഷണം കഴിക്കുന്നതിന് എന്നിങ്ങനെ പറയുക. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് നവ്യ വരുന്നത്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? നിന്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അയാളെ കണ്ടില്ലേ, ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത്, അയാൾക്കൊരു കുറ്റബോധവും ഇല്ല, അങ്ങേരെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി ആവശ്യമില്ലാതെ ആദർശേട്ടനെ ഒന്നും പറയരുത് എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുവാണ്, ആദർശനോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. ഏതായാലും ഈ വീട്ടിൽ ഇനി താമസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറുവാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ എന്ന്. അന്നേരം നവ്യ പറയും, വേണം അച്ഛാ അങ്ങനെ ചെയ്യണം, എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയും ചെയ്യണം. അയാളെടുത്ത് തന്ന വീട്ടിൽ നിങ്ങൾ ഇനി താമസിക്കേണ്ട എന്നിങ്ങനെ നവ്യ പറയും കേട്ടോ. എന്നിട്ട് കുറേ ആദർശനെ ഇങ്ങനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കനകയോട് പറയാണ്, അബിക്കും എനിക്കും ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, അവൻ ആകെ വീർപ്പുമുട്ടലാണ്, ഇയാൾ ഉള്ളിടത്ത് അബി ഇരിക്കുകയില്ല, നേരാവണ്ണം ഭക്ഷണം കഴിക്കാനോർത്ത ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല, ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കനക പറയും, മോള് വിഷമിക്കണ്ട, ഞാൻ കുറച്ച് ഫുഡ് പൊതിഞ്ഞെടുത്ത് തരാമെന്ന്. അന്നേരം വേണ്ടമ്മ, ഞങ്ങൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിച്ചോളാം, ഇവിടെ ഇരുന്നാൽ മനസ്സമാധാനം കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമോ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. അന്നേരം നവ്യ നയനയോട് ചോദിക്കുവാണ്, നീ എങ്ങനെയാടി അയാളുടെ കൂടെ ജീവിക്കുന്നത്, അയാളെ എങ്ങനെയാണ് നിനക്ക് സഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേച്ചിയുടെ ഭർത്താവ് ചെയ്തേക്കുന്ന അത്രയൊന്നും ആദർശേട്ടൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കറിയാം അബി പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, വിവാഹത്തിന് മുമ്പ് പലരെയും സ്നേഹിച്ചിട്ടുമുണ്ട്, അതിനിടയ്ക്കാണല്ലോ എന്നെ പ്രേമിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ അവനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ വിവാഹം ഒരു ദുരന്തമായിരുന്നുവെന്ന്, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അത് നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന്, അല്ലെങ്കിൽ നിൻ്റെ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇരിക്കേണ്ടി വന്നേനെ, അങ്ങനെ ഇരിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അയാളെ ഇപ്പോൾ ഞാൻ കോടതി കയറ്റിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഗോവിന്ദൻ പറയും, ആരെയും കോടതി കയറ്റുമൊന്നും വേണ്ട, ഏതായാലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കനകയും ഗോവിന്ദനും നയനയോട് പറയുന്നുണ്ട്, മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നല്ല സമാധാനമുള്ളൊരു ജീവിതമാണ് കിട്ടിയേക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് വരേയില്ല, എൻ്റെ ആദർശേട്ടന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, നീ അവിടെ ഇവിടെയും തൊടാതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാ തുറന്നെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പറയണം, അല്ലാതെ ഇങ്ങനെയെല്ലാം മൂടി വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അന്നേരം നയന, എനിക്കൊന്നും പറയാനില്ല എന്നാ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് കനക പറയുമ്പോഴേക്കും ഗോവിന്ദേട്ട, നമുക്ക് പിള്ളേരെ പോവല്ലേ, അവരെ യാത്രയ്ക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അന്നേരം ഗോവിന്ദൻ നയനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മോളെയാണ്, അതുകൊണ്ട് തന്നെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദനും ഇറങ്ങിപ്പോകുന്നത്. അന്നേരം ആലോചിച്ച് ഇങ്ങനെ പിടിച്ച് അവിടെ നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ നയന. വാതുറക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ സമയം ആദർശ് ആകെ ടെൻഷനാണ്, അവിടെ പുറത്ത് വന്ന് ഇരിക്കും കേട്ടോ. കാരണം ആദർശിനെ ആർക്കും ഇഷ്ടമല്ലല്ലോ, വെറുപ്പോട് കൂടിയാണല്ലോ നോക്കുന്നത്. ഏതായാലും അബിയും നവിയും ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആദർശ് അവിടെ ഇരിക്കുന്നത് കാണുമല്ലോ. അന്നേരം അബി പറയും, ദേ ഇരിക്കുന്നത് കണ്ടോ ഒരാൾ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവി പറയുന്നുണ്ട്, ഓ ഇത്രയൊക്കെ ആയിട്ട് അയാൾക്ക് യാതൊരു നാണവും മാനവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഏതായാലും എല്ലാവരും കൂടെ യാത്ര ആക്കാനായിട്ട് ഇങ്ങനെ വരുന്നു. അന്നേരം അമ്മയെ ഞങ്ങൾ പോവുക കേട്ടോ, ഇടയ്ക്കൊക്കെ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവർ രണ്ടുപേരോട് ഇങ്ങനെ ഇറങ്ങി
ഇങ്ങനെ പോവുക. ആദർശ് അവിടെ ഇരിപ്പോട്ടെ, ആദർശനെയാണ് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. അന്നേരം അവരെല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നവ്യയെ യാത്രയാക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണല്ലോ. അന്നേരം നയന വളരെ വിഷമത്തോടെ ആദർശിനോട് ചോദിക്കുകയാണ്, എല്ലാവരോടും ഒറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അന്നേരം ആദർശ് പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല, പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും എന്നെ മാറ്റി നിർത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ എന്നെ വേർത്തപ്പോൾ ഞാൻ എത്രത്തോളം വേദന സഹിച്ചോ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവർ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അമ്മ നന്നായിട്ടൊന്ന് നയനെ ഉപദേശിക്കുക കേട്ടോ, അങ്ങനെയാണെങ്കിൽ അവളെ തലയ്ക്ക് ഇത്തിരി വെളിച്ചം വീഴട്ടെ എന്നിങ്ങനെ പറയുക. അതുപോലെ നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ഇനി അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട എന്നൊക്കെ നന്ദുവിനോടും പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കയറി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോൾ കനക പറയുന്നുണ്ട്, നവ്യമോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്, വാ ഗോവിന്ദേട്ട എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വരുന്നൊന്നുമില്ല, ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം എന്ന് നന്ദു പറയും. ഏതായാലും രണ്ടുപേരും കൂടെ നേരെ അകത്തോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് ഗോവിന്ദൻ ആദർശനോട് പറയുവാണ്, ആദർശനോട് കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് സംസാരിക്കണം. അന്നേരം ആദർശ് പറയും, ചന്ദമോളുടെ കാര്യമാണെങ്കിൽ നടക്കില്ല അച്ഛാ, അവളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്തിനാ ഞങ്ങൾക്ക് എന്ന് പറയുന്നത്, ആദർശിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ, നയന മോളെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് മോളെ മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കില്ല എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയ വീട് കണ്ടുവച്ചിട്ടുണ്ട്, നാളെ ലോറി വരും, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ആരും ഒരിടത്തേക്കും പോവുകയില്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനും ആദർശേട്ടനും ആ വീട്ടിലേക്ക് നിങ്ങളെ കാണാൻ വരില്ല എന്ന് പറയുമ്പോൾ, വരുന്നില്ലെങ്കിൽ വരണ്ട, ആദർശിൻ്റെ കൂടെ മോളങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക. അന്നേരം ആദർശനാകെ സങ്കടം, അച്ഛൻ എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറയുമ്പോഴേക്കും നയന പറയുവാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം തുറന്ന് പറയുമെന്ന് പറയാം. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതാണ് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം തുറന്ന് പറയാമെന്ന്, അന്ന് വേണ്ട എന്ന് പറഞ്ഞ നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് അന്ന് അങ്ങനെയാണ് തോന്നിയത്, പക്ഷേ ഇനി തുറന്ന് പറയാതിരിക്കാൻ ശരിയായില്ല, രണ്ടു പേർക്കും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, ആദർശേട്ടൻ അല്ല ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ പറയും. അന്നേരത്തേക്ക് അവരിങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് നയന ഇങ്ങനെ പറയുവാണ്, ആദർശേട്ടൻ 100% സത്യമേ പറയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ ഞാൻ 100% സത്യം മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് പറയാണ്, ആദർശേട്ടൻ അല്ല ചന്തുമോളുടെ അച്ഛൻ, മോളുടെ അച്ഛൻ അവൻ അബി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവരിങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.